നമസ്കാരം. ഏതാണ്ട് 1.5-2 കോടി തെരുവ് നായകളാണ് ഇന്ത്യയിലുള്ളത്. ലോകത്തുള്ള തെരുവ് നായകളിൽ 36% ഇന്ത്യയിലാണ്. ഏതാണ്ട് 35 ലക്ഷം ആളുകൾ ഓരോ വർഷവും ഇന്ത്യയിൽ തെരുവ് നായകളുടെ ആക്രമണത്തിന് ഇരയാവാറുണ്ട്, കടിക്കാറുണ്ട്. പലരും വിഷബാധയേറ്റ് മരിക്കാറുണ്ട്. പലർക്കും ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വരാറുണ്ട്. 35 ലക്ഷം പേർ ആക്രമിക്കപ്പെടുന്നു. ഈ തെരുവ് നായയെ നമ്മൾ എന്തു ചെയ്യും? ലോകത്തെ മറ്റൊരിടത്തുമില്ലാത്ത ഒരു ചോദ്യമായി ഇത് മാറുന്നു. വികസന രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലുമൊക്കെ ഈ പ്രശ്നമുണ്ടെങ്കിലും ഇന്ത്യയിൽ ഉള്ളതുപോലെ അതിരൂക്ഷമായി ഈ പ്രശ്നം മറ്റൊരിടത്തുമില്ല. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ വലിപ്പം തന്നെയാണ് ഇത്രയധികം തെരുവ് നായകൾ നമ്മുടെ ഇവിടെ എത്തിക്കാൻ കാരണം. 2001 തെരുവ് നായ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കുന്നു. ഈ നിയമം അനുസരിച്ച് തെരുവ് നായകളെ കൊല്ലുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. തെരുവ് നായകളെ നമുക്ക് ഒരു സാഹചര്യത്തിലും കൊല്ലാൻ കഴിയില്ല. അത് വന്യമൃഗങ്ങളെ കൊല്ലുന്നത് പോലെയാണ്. തെരുവ് നായകളെ സംരക്ഷിക്കേണ്ടത് അവരെ പിടികൂടി വന്ധീകരിച്ചൊക്കെയാണ്. അല്ലാതെ തെരുവ് നായകളെ കൊല്ലാൻ നമുക്ക് അനുമതിയില്ല. ആരെങ്കിലും ഒരാൾ ഒരു തെരുവ് നായയെ കൊന്നാൽ അവനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കാൻ വകുപ്പുണ്ട്. ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം തെരുവ് നായകൾ ക്രമാതീതമായി പെറ്റുപെരുകി. പണ്ടൊക്കെ തമിഴ്നാട്ടിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന തെരുവ് നായകൾ ഇന്ന് കേരളത്തിൻ്റെ എല്ലാ കോണുകളിലും പെറ്റുപെരുകിയിരിക്കുകയാണ്. തെരുവ് നായ ഇല്ലാത്ത ഒരിടവുമില്ല. ഇന്നൊരു പക്ഷേ സംസ്ഥാനത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം തെരുവ് നായകൾ ഉള്ളത് കേരളത്തിലാവാം. കണക്കനുസരിച്ച് ഉത്തർപ്രദേശിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലുമാണ് ഏറ്റവും കൂടുതൽ തെരുവ് നായകൾ ഉള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ തെരുവ് നായകൾ കടിക്കുന്നത് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമാണ്. ഈ തെരുവ് നായകളുടെ ആക്രമണത്തിൽ നിന്നും എങ്ങനെ മനുഷ്യനെ രക്ഷിക്കും? സ്വാഭാവികമായ ചോദ്യമാണ്. തെരുവ് നായകളെ കൊല്ലണമോ അവയെ സംരക്ഷിക്കണമോ? മനുഷ്യൻ്റെ കാര്യം എന്തു ചെയ്യും? ഇതാണ് ചോദ്യം. തെരുവ് നായകൾക്ക് മറ്റ് മൃഗങ്ങളെ പോലെ, മനുഷ്യനെ പോലെ, പക്ഷികളെ പോലെ, സസ്യജാലങ്ങളെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവയെ കൊല്ലണം എന്ന് പറയുന്നത് കാടത്തമാണ്. ഇക്കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. പല തെരുവ് നായകളെയും കാണുമ്പോൾ നമുക്ക് ദയ തോന്നും. പലപ്പോഴും മനുഷ്യരെ പോലും അവർ സംരക്ഷിക്കാറുണ്ട്. അവർ വാലാട്ടിക്കൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന കാഴ്ച സങ്കടകരമാണ്. അതുകൊണ്ട് തന്നെ അവരെ കൊന്നൊടുക്കണം, തെരുവ് നായ ആയതുകൊണ്ട് കൊന്നൊടുക്കണമെന്ന് പറയുന്നത് ഒരുതരം വംശഹത്യയാണ്. അത് ശരിയല്ല. പക്ഷെ തെരുവ് നായകൾ മനുഷ്യൻ്റെ ജീവൻ എടുക്കുമ്പോൾ, അവൻ്റെ ജീവന് സംരക്ഷണം ഇല്ലാതെ വരുമ്പോൾ എന്തു ചെയ്യും? സ്വാഭാവികമായ ചോദ്യമാണ്. നൂറുകണക്കിന് ആളുകൾ, എനിക്ക് പരിചയമുള്ളവർ അടക്കം നൂറുകണക്കിന് ആളുകൾ തെരുവ് നായകളുടെ ആക്രമണത്തിൽപ്പെട്ട് ജീവൻ മരണ പോരാട്ടത്തിലാണ്. എത്രയോ അപകടങ്ങൾ ഉണ്ടാവുന്നു, എത്രയോ കുട്ടികളെ കടിച്ചു കീറുന്നു. കഴിഞ്ഞ ദിവസം ഒരു MLA ഭാര്യയെ കടിച്ചു, ആലപ്പുഴ MLA ചിത്തരഞ്ജൻ്റെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്താൻ ഈ തെരുവ് നായകൾക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ട കുട്ടികൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എവിടെയൊക്കെ വേസ്റ്റ് ഇടുന്നുവോ, എവിടെയൊക്കെ ആളൊഴിഞ്ഞ ഇടങ്ങളുണ്ടോ അവിടെയെല്ലാം തെരുവ് നായകളുണ്ട്. മഹാഭൂരിപക്ഷം തെരുവ് നായകളും മര്യാദക്കാരാണ്. ഭക്ഷണം കൊടുത്താൽ അത് കഴിച്ചിട്ട് പോകും. സ്നേഹം കാണിച്ചാൽ അവരും തിരിച്ചു സ്നേഹിക്കും. പക്ഷേ എപ്പോഴാണ് തെരുവ് നായകളുടെ സ്വഭാവം മാറുന്നത്? ആരെയാണ് തെരുവ് നായകൾ ആക്രമിക്കുന്നത്? നമുക്കറിയില്ല. അതിന് പരിഹാരം ഉണ്ടാക്കണം. ഈ പരിഹാരത്തിന് ഏറ്റവും അധികം തടസ്സമാകുന്നത് 2001 നിയമമാണ്. അതുപോലെ തന്നെ പ്രകൃതി സ്നേഹികളാണ്. അങ്ങനെയാണ് ഈ വിഷയം സുപ്രീം കോടതിയിലെത്തുന്നത്. സുപ്രീം കോടതി 2 ജഡ്ജിമാരാണ് പ്രാഥമിക വാദം കേൾക്കുന്നത്. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനമൊക്കെ സുപ്രീം കോടതി മറികടക്കുമ്പോൾ ഒരു ജഡ്ജിയായി തീരുമാനമെടുക്കേണ്ടതില്ല എന്നതുകൊണ്ട് സുപ്രീം കോടതിയിലെ എല്ലാ തീരുമാനവും പ്രാഥമികമായി കേൾക്കുന്നത് 2 ജഡ്ജിമാരാണ്. അതിനുശേഷം മുകളിലേക്കാണ് കൂടുതൽ ജഡ്ജിമാരുള്ളത്. ഒരു ജഡ്ജിയായി തീരുമാനമെടുക്കാറില്ല. അങ്ങനെ ഹൈക്കോടതിയുടെ 2 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച് ഇക്കഴിഞ്ഞ നവംബറിൽ പറഞ്ഞു, അങ്ങനെ മനുഷ്യൻ്റെ ജീവൻ എടുത്തുകൊണ്ട് തെരുവ് നായകൾ വാഴേണ്ട, അവയെ ഷെൽട്ടർ ഉണ്ടാക്കി അടയ്ക്കുമെന്ന് പറഞ്ഞു. ഇത് വലിയ വിവാദമാകുന്നു. നായ സ്നേഹികൾ രംഗത്തിറങ്ങുന്നു. മാത്രമല്ല ഇതെങ്ങനെ പ്രായോഗികമാവും? ഏതാണ്ട് 2 കോടിയോളം തെരുവ് നായകളുണ്ട്. 100-200 നായകളിൽ കൂടുതൽ ഒരു ഷെൽട്ടറിൽ ഇടാൻ കഴിയില്ല. അപ്പോൾ എത്ര ഷെൽട്ടറുകൾ ഉണ്ടാവണം? ചെലവാര് വഹിക്കും? തർക്കമായി, പ്രശ്നമായി, തെരുവ് നായകളോട് കരുണയില്ലാത്ത പ്രവൃത്തിയാണെന്ന് വ്യാഖ്യാനമായി സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് ഈ 2-അംഗ ബെഞ്ചിൻ്റെ തീരുമാനം സ്റ്റേ ചെയ്തു. എന്നിട്ട് ആ 3-അംഗ ബെഞ്ച് ഇപ്പോൾ വിധി കേൾക്കുകയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു വാദപ്രതിവാദം നടന്നു. കപിൽ സിബൽ എന്ന പ്രമുഖ അഭിഭാഷകനാണ് നായ സ്നേഹികൾക്ക് വേണ്ടി രംഗത്തെത്തിയത്. കപിൽ സിബൽ കോടതിയോട് പറഞ്ഞു, ഇത് ശരിയല്ല, ഇവർ വന്ധീകരിച്ചാൽ മതി, ഇവരൊക്കെ വന്ധീകരിച്ചാൽ എല്ലാ പ്രശ്നവും തീരും, വാക്സിൻ എടുക്കുക, വന്ധീകരിക്കുക, അപ്പോൾ പെറ്റുപെരുകുന്ന അവസാനിക്കും. അപ്പോൾ കോടതി ചോദിച്ചു, എത്ര കാലമായിട്ട് ഇങ്ങനെ വന്ധീകരണം പറയുന്നു, എന്നിട്ട് എന്തായി? എത്രയോ അപകടമുണ്ടാക്കുന്നു, അവയെ പിടിച്ച് ഷെൽട്ടറിലിട്ടാൽ എന്ത് ചെയ്യും? അപ്പോൾ കപിൽ സിബൽ പറഞ്ഞു, ഈ 1.5 കോടി തെരുവ് നായകളെ ഷെൽട്ടറിലിടുക എങ്ങനെ സാധ്യമാകും? അവർക്ക് ചെലവാര് കൊടുക്കും? അപ്പോൾ കോടതി ചോദിച്ചു, ഈ സന്നദ്ധ സംഘടനകൾ, നായ സ്നേഹികൾ കൊടുക്കട്ടെ. കപിൽ സിബൽ അപ്പോൾ കോടതിയോട് പറഞ്ഞു, ഇങ്ങനെ എല്ലാത്തിനും കോടതിയുടെ മുമ്പിൽ പരിഹാരമുണ്ടെങ്കിൽ പിന്നെ എന്നെ വാദിക്കാൻ നിർബന്ധിക്കരുതേ.
കോടതിയുടെ ഉത്തരവ് വളരെ രസകരമായിരുന്നു. ആര് നിർബന്ധിക്കുന്നു? ഒരു നിർബന്ധവുമില്ല. അതോടെ കപിൽ സിബൽ അത് വിട്ടുപിടിച്ചു. എങ്ങനെ ചെയ്യും? ഇത്രമാത്രം ആവേശവും സ്നേഹവും നായസ്നേഹികൾക്കുണ്ടെങ്കിൽ അവർ സംരക്ഷിക്കട്ടെ. അല്ലാതെ ഇത് എങ്ങനെ സർക്കാരിനെ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയും എന്നതാണ് കോടതിയുടെ ചോദ്യം. എന്തായാലും തർക്കം തുടരുകയാണ്, കോടതിയുടെ വാദം തുടരുന്നത്. കോടതി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് നായകൾക്ക് കൗൺസിലിംഗ് ഏർപ്പെടുത്താം, നായകളൊക്കെ നമ്മൾ ഉപദേശിക്കാം. ഇനി നായകളെ വിളിച്ചിട്ട് പറയാം, നിങ്ങൾ ആരെയും കടിക്കരുത്, കടിച്ചാൽ അത് മോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കാം എന്ന് വരെ സുപ്രീം കോടതിക്ക് പരിഹസിക്കേണ്ടി വന്നു. ഇത്തരത്തിൽ ഈ വിഷയം വഷളാവുകയാണ്. എന്താണ് ഇതിന് പരിഹാരം? കൃത്യമായ നിയമങ്ങൾ ഉണ്ടാവുക, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നായകളെ സംരക്ഷിക്കുക. നമ്മളൊക്കെ വീട്ടിൽ നായയെ വളർത്തണമെങ്കിൽ അതിൽ നിയമങ്ങളുണ്ട്, രജിസ്ട്രേഷനുണ്ട്, വാക്സിനേഷൻ എടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ തെരുവ് നായകൾക്ക് അത് ബാധകമാവണം. ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം? സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. തെരുവ് നായകളെ കൃത്യമായി വന്ധീകരിക്കുക, അവരുടെ പ്രചരണം തടയുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരുവ് നായകൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അവരെ ആരും തിന്നാൻ വഴി കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ തിന്ന് അവർ അക്രമാസക്തരാകുന്നു, എന്നിട്ട് പെറ്റുപെരുകുന്നു. ഒരിക്കലും തടയാൻ കഴിയാത്ത വിധത്തിൽ ഈ തെരുവ് നായകൾ പെരുകിയാൽ മനുഷ്യജീവൻ തന്നെ അപകടത്തിലാവും. നമ്മളെപ്പോഴും ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് മറ്റൊരു ആവാസ വ്യവസ്ഥ കടന്നു കയറിയാൽ ആ അധിനിവേശം ആദ്യത്തെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കും. തെരുവ് നായകളുടെ ഈ പെറ്റുപെരുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മനുഷ്യരെ മുഴുവൻ തെരുവ് നായകൾ കടിച്ചില്ലാതാക്കുന്ന കാലമുണ്ടാവും. ഈ തെരുവ് നായകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. കാട്ടിൽ കഴിയേണ്ട മൃഗങ്ങളെ നാട്ടിലേക്ക് വരാൻ അനുവദിക്കരുത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മൃഗങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷെ വന്യമൃഗങ്ങൾ, അത് പുലിയും കടുവയും ആനയും ഒക്കെ ഇങ്ങോട്ട് വരികയാണ്. അതിന് തടസ്സമുണ്ടാവണം. വേലി കെട്ടണം, വേലിക്കപ്പുറത്തേക്ക് നിർത്തണം, അവർക്കവിടെ ഭക്ഷണം കൊടുക്കണം, അവർക്കുള്ള സൗകര്യമൊരുക്കി കൊടുക്കണം. ഇങ്ങോട്ട് വന്നാൽ, മനുഷ്യൻ്റെ ഇടത്തേക്ക് വന്നാൽ അവയെ ഇല്ലാതാക്കാൻ നിയമം കൊണ്ടുവരണം. വന്യമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള നിയമം കാട്ടിലായിരിക്കണം, നാട്ടിലാവാൻ പാടില്ല. ഇത് തന്നെയാണ് തെരുവ് നായകളുടെ കാര്യവും. തെരുവ് നായകളെ പെറ്റുപെരുകാൻ അനുവദിക്കരുത്. ഒന്നാമത്തേത്, ഉള്ള തെരുവ് നായകളെ ഏതെങ്കിലും ഷെൽട്ടറിലാക്കുക, നായസ്നേഹികളെ ഏൽപ്പിക്കുക. ഇനി ഇതൊന്നും നിവർത്തിയില്ലെങ്കിൽ, മനുഷ്യജീവന് ഭീഷണിയാവുമെങ്കിൽ കൊന്നുകളെ, വേറെ വഴിയൊന്നുമില്ല. എന്തായാലും സുപ്രീം കോടതി രണ്ടും കൽപ്പിച്ച് വടിയെടുത്തിറങ്ങിയിട്ടുണ്ട്. വാദം നീളുകയാണ്. ഇത്രയേറെ നായ സ്നേഹമുള്ളവർ അവർ കയ്യിലെ വരുമാനം കൊടുത്ത് അവരുടെ വീട്ടിലേക്കോ പറമ്പിലേക്കോ നായകളെ കൊണ്ടുവന്ന് അവയെ സംരക്ഷിക്കണം. ആർക്ക് വേണമെങ്കിലും നായയെ വീതിച്ചു കൊടുക്കാം. തെരുവ് നായകളെ പിടിക്കുക. തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയധികം നായകളുണ്ട്, നായസ്നേഹികളെ വരൂ, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു കൊടുക്കുക, അവർ സംരക്ഷിക്കട്ടെ. സർക്കാർ വേണമെങ്കിൽ അത് ചെലവോട് കൊടുത്തോട്ടെ. പക്ഷെ തെരുവിൽ നായകളെ ഇടാൻ പാടില്ല. കാരണം അത് കുട്ടികളുടെ ജീവൻ അപകടമാണ്, നമ്മൾ ഓരോരുത്തരും ജീവൻ അപകടത്തിലാക്കും. ഈ തെരുവ് നായ കടിച്ചാൽ അവർക്ക് വാക്സിനേഷൻ ഉള്ളതല്ല, നമ്മൾ പേവിഷബാധയ്ക്ക് ചികിത്സിക്കേണ്ടി വരും. പേവിഷബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതുകൊണ്ട് അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇതിനെ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളുള്ളൂ, മറ്റൊരിടത്തുമില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത്തരം നായകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൃത്യമായി നിയമമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് പരിഹാരമുണ്ടാക്കണം. അല്ലാതെ ജനത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ നായകളെ തെരുവിൽ ഇറക്കി വിടുന്നതിനോട് യോജിക്കാൻ പ്രയാസമാണ്. അനേകം മനുഷ്യരുടെ ജീവനും അവരുടെ സ്വത്തും ഒക്കെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഈ നായകൾ. കാട്ടുമൃഗങ്ങളെ പോലും അവ കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ഇക്കാര്യത്തിൽ അമിതമായ നായസ്നേഹം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണ് പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു അമിതമായ അധിനിവേശമുണ്ടായാൽ അതിനെതിരെ ചെറുത്തുനിൽപ്പുണ്ടാവും. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പം മാനുകളെ പോലും കൊല്ലുന്ന യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അവ പെറ്റുപെരുകുമ്പോൾ അപകടമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കൊല്ലാം. കങ്കാരുവിനെ കൊല്ലുന്നുണ്ട് ഓസ്ട്രേലിയ. അങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ഒരു കാലമുണ്ടാവണം. വന്യമൃഗങ്ങളെ പോലും നമ്മൾ നിയന്ത്രിക്കുന്നില്ല. അതിന് കൂടിയാണ് തെരുവ് നായകളും. എന്തായാലും തെരുവ് നായ ശല്യത്തിൽ നിന്നും അവയുടെ ആക്രമണത്തിൽ നിന്നും ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെ രക്ഷിച്ചേ മതിയാവൂ. അതിനുള്ള ശ്രമത്തിലാണ് സുപ്രീം കോടതി. ആ ശ്രമത്തെ വളരെ പോസിറ്റീവായി കാണണം.